So hey guys, welcome back to my channel. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ റിയൽമിയുടെയും റെഡ്മിയുടെ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺസിന്റെ കമ്പാരിസൺ ആയിരിക്കും ഈ വീഡിയോയിൽ ഞാൻ നടത്താൻ പോകുന്നത്. ഇതാണ് റിയൽമി 8 Pro വേഴ്സസ് റെഡ്മി നോട്ട് 10 Pro Max. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു റെഡ്മി നോട്ട് 10 Pro Maxോട്ട് പോകണോ, കാരണം വെച്ചാൽ ഇപ്രാവശ്യം റിയൽമി 8 സീരീസിൽ അവർ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കുറച്ചാണ് തന്നത്. റിയൽമി 7 കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് 8 സീരീസിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് റെഡ്മിയുടെ ഫോണിൽ പോകുന്നവർ ചോദിക്കുന്നുണ്ട് റിയൽമി 8 Proയിലോട്ട് പോകണമെന്ന്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഡൗട്ട്സും കാര്യങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോക്കകത്ത് ക്ലിയർ തരാൻ പോകുന്നത്. ഏത് ഫോണാണ് നിങ്ങൾക്ക് വാങ്ങേണ്ടതെന്ന്. അപ്പോൾ ചില സെഗ്മെന്റിൽ റിയൽമി 8 Pro ആയിരിക്കും നല്ലത്, പിന്നെ ചില സെഗ്മെന്റിൽ റെഡ്മി നോട്ട് 10 Pro Max ആയിരിക്കും നല്ലത്. എല്ലാ സ്മാർട്ട് ഫോൺസും അതിന്റെ പ്ലസ് പോയിന്റ് ഉണ്ട്, നെഗറ്റീവ് പോയിന്റ് ഉണ്ട്. അതിനെപ്പറ്റി ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് വേണം. ഇത് ആക്ച്വൽ കമ്പാരിസൺ വീഡിയോ ഒന്നുമല്ല, ഇത് ജസ്റ്റ് ഒപ്പീനിയൻ പ്ലസ് റിവ്യൂ വീഡിയോ ആണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കാരണം എന്ന് വെച്ചാൽ ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ബെല്ലൈക്കണും കൂടെ ഒക്കെ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങളുടെ ഫോണത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടെ വെക്കുക. അപ്പോൾ കൂടുതൽ സമയങ്ങളായി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റിയൽമി 8 Proയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിയൽമി 8 Proയിനകത്ത് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബാക്ക് ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചീപ്പ് ഫീൽ ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ പ്ലാസ്റ്റിക് ബാക്ക് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല വലിയ കുഴപ്പവും കാര്യങ്ങളും ഉണ്ടാവുക, കാരണം വെച്ചാൽ പലരും കേസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. പക്ഷേ എന്നാലും അവർക്ക് ഗ്ലാസ് ബാക്ക് അല്ലെങ്കിൽ അലുമിനിയം ഫ്രെയിം അവർക്ക് തരായിരുന്നു. സ്മാർട്ട് ഫോണിനകത്ത് മെറ്റാലിക് ബാക്ക് പോലെ എന്തെങ്കിലും അവർക്ക് തരായിരുന്നു. പക്ഷേ പ്ലാസ്റ്റിക് ബാക്ക് തന്നുകൊണ്ട് പ്രീമിയം ഫിനിഷും കാര്യങ്ങളൊന്നുമില്ല ഈ സ്മാർട്ട് ഫോണിനകത്ത്. അതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ചാണ്. അപ്പോൾ റെഡ്മി നോട്ട് 10 Pro Maxനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ് ബാക്ക് ആണ് കിട്ടുന്നത്. അതിനകത്ത് ഗോറില്ല ഗ്ലാസ് സപ്പോർട്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പ്രീമിയം ഫിനിഷ് ആണ് കിട്ടുന്നത്, പിന്നെ അലുമിനിയം ഫ്രെയിമും കൂടെയാണ്. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി റെഡ്മി നോട്ട് 10 Pro Maxനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ചോണം. അപ്പോൾ കേസും കാര്യങ്ങളും ഇടുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല പലരും നോട്ടീസ് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോഡിയാണ് റിയൽമി 8 Pro കിട്ടുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ബോഡി ഉണ്ട്, ചില അഡ്വാൻറ്റേജസും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ കോൾസ് വല്ലതും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടും, കാരണം വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ കൂടെ പോകാൻ എളുപ്പമാണ്, സിഗ്നൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് ബാക്ക്. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ തറയിൽ വല്ലതും വീണ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കാരണം വെച്ചാൽ പ്ലാസ്റ്റിക് ബാക്ക് ആണ്. ഇപ്പോൾ റെഡ്മി നോട്ട് 10 Pro Max ഇപ്പോൾ തറയിൽ വീണ് കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ബിൽഡ് ക്വാളിറ്റിയെ പറ്റി. നിങ്ങൾക്ക് ചീപ്പ് ഫീലിംഗ് നിങ്ങൾക്ക് റിയൽമി 8 Pro കിട്ടും, പക്ഷേ നിങ്ങൾക്ക് പ്രീമിയം ഫിനിഷ് റെഡ്മി നോട്ട് 10 Pro Max കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിക്ക് അത് നിങ്ങൾക്ക് രണ്ട് ഫോൺസിനകത്തും ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും ഒരു നല്ല കാര്യം തന്നെയാണ് അവർ ഈ വർഷം കൊണ്ടുവന്നത്. പിന്നെ USB Type-C സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IR ബ്ലാസ്റ്റർ റെഡ്മി നോട്ട് 10 Pro Max സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റിയൽമി 8 Pro സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിക്കണം. വയർലെസ് ചാർജിങ്ങിന്റെയും IP റേറ്റിംഗിന്റെയും ഓപ്ഷൻ രണ്ട് സ്മാർട്ട് ഫോണിനകത്തില്ല. അപ്പോൾ ഡിസൈനിന്റെ കാര്യത്തിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്രാവശ്യം നിങ്ങൾക്ക് റിയൽമിയുടെ പുറകിൽ ഡെയർ ടു ലീപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ലോഗോ എന്ന സംഭവം ഉണ്ട്. ഇപ്പോൾ എഴുതിയ ഒരു സംഭവം കൂടെ ഉണ്ട്. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ റെഡ്മി നോട്ട് 10 Pro Max ആണെങ്കിൽ ക്ലീൻ തന്നെയാണ്, താഴെ റെഡ്മിയുടെ സിമ്പിൾ ഉണ്ട്, വേറൊന്നും ഇതിനകത്തില്ല. അപ്പോൾ എനിക്ക് തോന്നി അതിന്റെ അനാവശ്യമായിരുന്നു ഡെയർ ടു ലീപ്പ് ഒക്കെ എഴുതിയത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, കവറും കാര്യങ്ങളും ഇടുന്നുണ്ട്, ആരും നോക്കാറില്ല. അപ്പോൾ ഡിസൈനിന്റെ കാര്യത്തിൽ ഇതെനിക്ക് ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോഡിയാണ്, ഡെയർ ടു ലീപ്പ് ആണ്. അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം. പക്ഷേ ഡിസൈൻ രണ്ട് സ്മാർട്ട് ഫോണിന്റെ നല്ലതാണ് ഓവറോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് തന്നെയുള്ള ഡിസൈനും കാര്യങ്ങളെ പറ്റി. അപ്പോൾ നെക്സ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസ് ഡിസ്പ്ലേ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിസ്പ്ലേ തന്നെയാണ് രണ്ട് സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ രണ്ട് സ്മാർട്ട് ഫോണിനകത്തും AMOLED ഡിസ്പ്ലേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ റെഡ്മി നോട്ട് 10 Pro Maxനകത്ത് നിങ്ങൾക്ക് HDR10ഉം കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ റിയൽമി 8 Proയ്ക്കകത്തില്ല. പിന്നെ റിയൽമി 8 Proയ്ക്കകത്ത് നിങ്ങൾക്ക് 60 Hz കിട്ടത്തുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് റെഡ്മി നോട്ട് 10 Pro Maxനകത്ത് 120 Hz റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ 60 Hz യൂസ് ചെയ്യണം, പിന്നെ നിങ്ങൾ 120 Hz പോകണമെങ്കിൽ നിങ്ങൾക്ക് 120 Hz ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതും ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു റെഡ്മി നോട്ട് 10 Pro Maxനകത്ത്. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ റിഫ്രഷ് റേറ്റ് ഉള്ള കാരണം ബാറ്ററി റേറ്റും കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. പിന്നെ പ്രോസസറിൽ കുറച്ചുകൂടെ ഹെവി ലോഡ് ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് 120 Hz അല്ലെങ്കിൽ 90 Hz എങ്കിലും റിയൽമി 8 Proയ്ക്ക് തരായിരുന്നു. അപ്പോൾ അതും ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഡിസ്പ്ലേക്ക്. അത് നിങ്ങൾക്ക് 1000 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് റിയൽമി 8 Pro കിട്ടുന്നുണ്ട്. അതേസമയം റെഡ്മി നോട്ട് 10 Pro Maxനകത്ത് 1200 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വെയിലത്ത് ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ റെഡ്മി നോട്ട് 10 Pro Max ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. പിന്നെ ഡിസ്പ്ലേയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, പഞ്ച് ഹോൾ ക്യാമറാസ് ആണ് രണ്ട് സ്മാർട്ട് ഫോണിനകത്തും. ഓവറോൾ നിങ്ങൾക്ക് 6.4 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ നിങ്ങൾക്ക് റിയൽമി 8 Pro കിട്ടുന്നുണ്ട്. 6.7 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ നിങ്ങൾക്ക് റെഡ്മി നോട്ട് 10 Pro Maxനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ വലിയ ഡിസ്പ്ലേ നിങ്ങൾക്ക് റെഡ്മി നോട്ട് 10 Pro Maxൽ കിട്ടുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കോമ്പാക്ട് ഡിസ്പ്ലേ നിങ്ങൾക്ക് റിയൽമി 8 Pro കിട്ടുന്നുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടായിരുന്നു ഡിസ്പ്ലേസിനകത്ത്. അപ്പോൾ ഡിസ്പ്ലേസിൽ നിങ്ങൾ തീരുമാനിക്കണം ഏത് ഫോണാണ് വേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു റെഡ്മി നോട്ട് 10 Pro Maxന്റെ ഡിസ്പ്ലേ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, കാരണം വെച്ചാൽ 120 Hz ഉണ്ട്, 1200 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്, HDR10 സപ്പോർട്ട് ഒക്കെ ഉണ്ട്. ഇതുപോലത്തെ കാര്യങ്ങളും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെഡ്മി നോട്ട് 10 Pro Maxനകത്താണ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഫോണാണ് കൂടുതൽ ബെറ്റർ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. അപ്പോൾ നെക്സ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസ് സോഫ്റ്റ്വെയറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ്
11 ഔട്ട് ഓഫ് ദ ബോക്സ് 2 സ്മാർട്ട് ഫോണിനകത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് റിയൽമി UI 2.0 നിങ്ങൾക്ക് റിയൽമി 8 പ്രോയ്ക്ക് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് അത് നിങ്ങൾക്ക് MIUI 12 ആണ് അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു റിയൽമി UI ആണ് ബെറ്റർ ഓപ്ഷൻ. കാരണം വെച്ചാൽ അതിനകത്താണ് കൂടുതൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളുണ്ട്, സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്യണം. അപ്പോൾ വാട്സപ്പ് റിയൽമി അത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് അവരുടെ ഫോണിന് വേണ്ടി. ഇപ്പോൾ ഗെയിംസും കാര്യങ്ങളൊക്കെ റിയൽമിയുടെ സ്മാർട്ട് ഫോണിനകത്ത് കൂടുതൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. റെഡ്മിയുടെ ഫോൺസിനകത്ത് എനിക്കൊന്ന് ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലോഡിംഗ് ടൈംസും കാര്യങ്ങളും കുറച്ച് ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതും നിങ്ങളൊന്ന് ഓർക്കണം. എനിക്കൊന്ന് റിയൽമി UI ആണ് കുറച്ചുകൂടെ സ്റ്റേബിൾ MIUI കാണും. MIUI എനിക്കൊന്ന് ഫുൾ ആഡ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ റിയൽമി UIക്ക് അത് നിങ്ങൾക്ക് അതുപോലത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഇത് സ്റ്റേബിൾ UI കൂടെയാണ്. പക്ഷേ എനിക്ക് 2 UIസും ഇഷ്ടമല്ല. പക്ഷേ ഉള്ളതിൽ ഭേദം റിയൽമി UI ആണ്. അപ്പോൾ അതും നിങ്ങളൊന്ന് ഓർത്തോണം. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർക്കേണ്ടി വരുമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് 1 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിങ്ങൾക്ക് 2 സ്മാർട്ട് ഫോണിനകത്തും പ്രതീക്ഷിക്കാം. പക്ഷേ ആൻഡ്രോയിഡ് 13 എനിക്കറിയത്തില്ല ഏത് സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുമെന്ന്. ചിലപ്പോൾ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് അത് നിങ്ങൾക്ക് 2 കൊല്ലത്തേക്ക് കിട്ടിയായിരിക്കും. ചിലപ്പോൾ റിയൽമി 8 പ്രോയ്ക്ക് അത് നിങ്ങൾക്ക് 2 കൊല്ലത്തേക്ക് കിട്ടിയായിരിക്കാം. പക്ഷേ 1 കൊല്ലം ആൻഡ്രോയിഡ് 12 അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി പാച്ചസ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത് തന്നെയുള്ളായിരുന്നു സോഫ്റ്റ്വെയറും കാര്യങ്ങളെ പറ്റി. അപ്പോൾ നെക്സ്റ്റ് 2 സ്മാർട്ട് ഫോൺസ് പെർഫോമൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 720G നിങ്ങൾക്ക് റിയൽമി 8 പ്രോയ്ക്ക് കിട്ടുന്നുണ്ട്. അതേസമയം റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് അത് നിങ്ങൾക്ക് 732G കിട്ടുന്നുണ്ട്. അപ്പോൾ പേര് തന്നെ നിങ്ങൾ ഡിഫറൻസ് നോട്ട് ചെയ്ത് കാണുമായിരിക്കും. റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് അകത്താണ് നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ CPU കിട്ടുന്നത്. പക്ഷേ GPU നിങ്ങൾ നോക്കുകയാണെങ്കിൽ അഡ്രീനോ 618 ആണ് 2 സ്മാർട്ട് ഫോണിനകത്തുള്ളത്. അപ്പോൾ ഗെയിമിംഗ് പെർഫോമൻസിൽ എനിക്ക് തോന്നുന്നു ഒരു കോംപ്രമൈസ് ഒന്നുമില്ല. 2 സ്മാർട്ട് ഫോണിനകത്ത് നല്ല ഗെയിമിംഗ് പെർഫോമൻസ് 2 സ്മാർട്ട് ഫോണിനകത്ത് കിട്ടും. ഒരേപോലെ രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കും 2 സ്മാർട്ട് ഫോണിലും കിട്ടുന്നത്. പക്ഷേ റിയൽമിയുടെ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പക്ഷേ റെഡ്മിയുടെ സ്മാർട്ട് ഫോണിനകത്ത് ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. പിന്നെ പല യൂട്യൂബേഴ്സ് പറയുന്നുണ്ട്, ഞാനല്ല പറയുന്നത്, പക്ഷേ പല യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ 720G കൺസിസ്റ്റന്റ് പെർഫോം ചെയ്യുന്നുണ്ട് 732G വെച്ച് നോക്കും. 732G ഇപ്പം നിങ്ങൾ കുറച്ച് നേരത്തേക്ക് വീഡിയോ എഡിറ്റിംഗ് എല്ലാം ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾ കുറച്ച് നേരത്തേക്ക് ഹെവി ടാസ്ക് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നല്ല പെർഫോമൻസ് വരും. പക്ഷേ ലോങ് ടേമിൽ 732G പോരെന്നാണ് പറയുന്നത്. 720G ആണ് കൺസിസ്റ്റന്റ്ലി പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ CPU വൈസ് നിങ്ങൾ സ്പെസിഫിക്കേഷൻ വൈസ് പറയുകയാണെങ്കിൽ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ആണ് കൂടുതൽ നല്ലത്. അപ്പോൾ പ്രാക്ടിക്കൽ ലൈഫ് നമ്മൾ ഫോൺ യൂസ് ചെയ്താലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഏതാണ് നല്ലത്. പക്ഷേ പെർഫോമൻസ് 2 സ്മാർട്ട് ഫോണിനകത്ത് നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു റിയൽമിയുടെ സ്മാർട്ട് ഫോണിനകത്ത് 730G എങ്കിലും അവർക്ക് തരായിരുന്നു, 732G എങ്കിലും തരായിരുന്നു. കാരണം വെച്ചാൽ റിയൽമി 7നകത്തും എനിക്ക് തോന്നുന്നു ഈ സെയിം ചിപ്സെറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പെർഫോമൻസിന്റെ കാര്യത്തിൽ 2 സ്മാർട്ട് ഫോണിനകത്തും ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് 2 സ്മാർട്ട് ഫോൺസ് പെർഫോമൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 720G നിങ്ങൾക്ക് റിയൽമി 8 പ്രോയ്ക്ക് കിട്ടുന്നുണ്ട്. അതേസമയം റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് അത് നിങ്ങൾക്ക് 732G കിട്ടുന്നുണ്ട്. അപ്പോൾ പേര് തന്നെ നിങ്ങൾ ഡിഫറൻസ് നോട്ട് ചെയ്ത് കാണുമായിരിക്കും. റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് അകത്താണ് നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ CPU കിട്ടുന്നത്. പക്ഷേ GPU നിങ്ങൾ നോക്കുകയാണെങ്കിൽ അഡ്രീനോ 618 ആണ് 2 സ്മാർട്ട് ഫോണിനകത്തുള്ളത്. അപ്പോൾ ഗെയിമിംഗ് പെർഫോമൻസിൽ എനിക്ക് തോന്നുന്നു ഒരു കോംപ്രമൈസ് ഒന്നുമില്ല. 2 സ്മാർട്ട് ഫോണിനകത്ത് നല്ല ഗെയിമിംഗ് പെർഫോമൻസ് 2 സ്മാർട്ട് ഫോണിനകത്ത് കിട്ടും. ഒരേപോലെ രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കും 2 സ്മാർട്ട് ഫോണിലും കിട്ടുന്നത്. പക്ഷേ റിയൽമിയുടെ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പക്ഷേ റെഡ്മിയുടെ സ്മാർട്ട് ഫോണിനകത്ത് ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. പിന്നെ പല യൂട്യൂബേഴ്സ് പറയുന്നുണ്ട്, ഞാനല്ല പറയുന്നത്, പക്ഷേ പല യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ 720G കൺസിസ്റ്റന്റ് പെർഫോം ചെയ്യുന്നുണ്ട് 732G വെച്ച് നോക്കും. 732G ഇപ്പം നിങ്ങൾ കുറച്ച് നേരത്തേക്ക് വീഡിയോ എഡിറ്റിംഗ് എല്ലാം ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾ കുറച്ച് നേരത്തേക്ക് ഹെവി ടാസ്ക് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നല്ല പെർഫോമൻസ് വരും. പക്ഷേ ലോങ് ടേമിൽ 732G പോരെന്നാണ് പറയുന്നത്. 720G ആണ് കൺസിസ്റ്റന്റ്ലി പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ CPU വൈസ് നിങ്ങൾ സ്പെസിഫിക്കേഷൻ വൈസ് പറയുകയാണെങ്കിൽ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ആണ് കൂടുതൽ നല്ലത്. അപ്പോൾ പ്രാക്ടിക്കൽ ലൈഫ് നമ്മൾ ഫോൺ യൂസ് ചെയ്താലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഏതാണ് നല്ലത്. പക്ഷേ പെർഫോമൻസ് 2 സ്മാർട്ട് ഫോണിനകത്ത് നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു റിയൽമിയുടെ സ്മാർട്ട് ഫോണിനകത്ത് 730G എങ്കിലും അവർക്ക് തരായിരുന്നു, 732G എങ്കിലും തരായിരുന്നു. കാരണം വെച്ചാൽ റിയൽമി 7നകത്തും എനിക്ക് തോന്നുന്നു ഈ സെയിം ചിപ്സെറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പെർഫോമൻസിന്റെ കാര്യത്തിൽ 2 സ്മാർട്ട് ഫോണിനകത്തും ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് 2 സ്മാർട്ട് ഫോൺസിന്റെ റാം ആൻഡ് സ്റ്റോറേജ് വേരിയൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 സ്മാർട്ട് ഫോണിനകത്തും SD കാർഡ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, 2 സിം കാർഡ് സ്ലോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 സ്ലോട്ട്സും 2 സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 6GB റാം 64GB വേരിയന്റ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് അകത്തുണ്ട്. പിന്നെ 6 and 128 ഉണ്ട്. പിന്നെ 8 and 128 ഓപ്ഷൻ നിങ്ങൾക്ക് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് അകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ റിയൽമി 8 പ്രോയ്ക്ക് അത് നിങ്ങൾക്ക് 8 + 128 കിട്ടുന്നുണ്ട്, 8 + 256 അങ്ങാണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റോറേജ് വേരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ റിയൽമി
8 പ്രോയ്ക്കകത്ത് നിങ്ങൾക്ക് UFS 2.1 സപ്പോർട്ടാണ് കിട്ടുന്നത്. അതേസമയം റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് അകത്ത് UFS 2.2 ആണ്. ഇപ്പോൾ കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വലിയ ഡിഫറൻസ് ഒന്നുമല്ല UFS 2.1 2.2. ഇപ്പോൾ ആപ്സ് വല്ലതും നിങ്ങൾ ലോഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ലോഡ് ചെയ്തേക്കാം. പക്ഷേ അതിൻ്റെ UIയും ആനിമേഷൻ കാരണം എനിക്ക് തോന്നുന്നു രണ്ടും ഒരേ സ്പീഡും കാര്യങ്ങളായിരിക്കും ലോഡ് ആവുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ രണ്ട് സ്മാർട്ട് ഫോണിനകത്തും. പിന്നെ സ്റ്റീരിയോ സ്പീക്കർ നിങ്ങൾക്ക് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് അകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം റിയൽമി 8 പ്രോയ്ക്കകത്ത് നിങ്ങൾക്ക് മോണോ സ്പീക്കറെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. റിയൽമി 7 സീരീസിനകത്ത് എനിക്കൊന്ന് സ്റ്റീരിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഇപ്രാവശ്യം അവർ ഡൗൺ ഗ്രേഡ് ആക്കിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല അവരെന്താണ് ഇങ്ങനെയും കാര്യങ്ങളൊക്കെ ചെയ്തത്, പക്ഷേ ഇതും ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ കാര്യം ചെറിയ ചെറിയ കാര്യങ്ങളായാലും നിങ്ങൾ നോക്കണം. ഇതേ ഉള്ളായിരുന്നു ഇതിനകത്ത്. അപ്പോൾ നെക്സ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ക്യാമറാസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ സംസാരിക്കുകയേ വേണ്ട. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് സ്മാർട്ട് ഫോണിനകത്ത് ഡിറ്റോ ക്യാമറ തന്നെയാണ് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് നോക്കുവാണെങ്കിൽ അതിനകത്ത് 108 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ കിട്ടുന്നുണ്ട്, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ കിട്ടുന്നുണ്ട്, 5 മെഗാ പിക്സലിലെ മാക്രോ ക്യാമറ കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് മാക്രോ ക്യാമറയിൽ എനിക്ക് കുറച്ച് മെഗാ പിക്സലിലെ കൗണ്ട് ചേഞ്ച് ആയിട്ടുള്ളൂ. പിന്നെ 2 മെഗാ പിക്സലിലെ നിങ്ങൾക്ക് ഡെപ്ത് ക്യാമറ കിട്ടുന്നുണ്ട്. അതേസമയം റിയൽമി 8 പ്രോയ്ക്ക് അതും സെയിം കാര്യങ്ങളാണ്, പക്ഷേ മാക്രോ ക്യാമറ 2 മെഗാ പിക്സലാണ്. നിങ്ങൾക്ക് 5 മെഗാ പിക്സലിലെ മാക്രോ ക്യാമറ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് അത് കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരുന്നു മെഗാ പിക്സലിലെ ചേഞ്ചും കാര്യങ്ങളൊക്കെ. രണ്ട് സ്മാർട്ട് ഫോണും സെയിം ക്യാമറ സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സാംസങ്ങിന്റെ HM2 സെൻസർ. അപ്പോൾ ഓവറോൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീസെന്റ് ആയിരിക്കും കിട്ടുന്നത്, പക്ഷേ മെയിൻ ഔട്ട്പുട്ടിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിയൽമിയുടെ സ്മാർട്ട് ഫോണിൽ നല്ല ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, പോസ്റ്റ് പ്രോസസ്സിംഗ്. ഇതാണ് നിങ്ങൾക്ക് കൂടുതൽ ഡൈനാമിക് റേഞ്ച് നിങ്ങൾക്ക് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് കിട്ടും, പക്ഷേ ഡീറ്റെയിൽസ് റിയൽമി കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കൂടിയും കുറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഓവറോൾ നിങ്ങൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓവറോൾ 99-100 വ്യത്യാസം നിങ്ങൾക്ക് രണ്ട് സ്മാർട്ട് ഫോണിനകത്ത് കിട്ടത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് കുറച്ച് റിയൽമി കൂടുതലായിരിക്കും, ഡൈനാമിക് റേഞ്ച് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് കൂടുതലായിരിക്കും. ഇതുപോലത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ 4K 30 FPS രണ്ട് സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമൊന്നും വരുന്നില്ല. പിന്നെ ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സൽ f2.5 ലെൻസ് രണ്ട് സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നുണ്ട്, അതും ഡിറ്റോ ക്യാമറ തന്നെയാണ്. 1080p വീഡിയോ അതും റെക്കോർഡ് ചെയ്യുന്നൊക്കെ ഉണ്ട്, അതും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഓവറോൾ നല്ല ക്യാമറാസ് തന്നെയാണ് രണ്ട് സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നത്. പക്ഷേ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് നിങ്ങൾ ഓർക്കണം, സ്നാപ്ഡ്രാഗൺ 732G ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇമേജ് സിഗ്നൽ പ്രോസസ്സിംഗ് നല്ലതായിരിക്കും, പോസ്റ്റ് പ്രോസസ്സിംഗും ഡൈനാമിക് റേഞ്ചും ഇതുപോലത്തെ കാര്യങ്ങൾ റെഡ്മി ആയിരിക്കും നല്ലത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരേപോലെയൊക്കെ ക്യാമറ സെൻസറും ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് തന്നെ ഉള്ളായിരുന്നു ക്യാമറാസും കാര്യങ്ങളകത്ത്. നിങ്ങൾക്ക് OIS സപ്പോർട്ട് കിട്ടുന്നുണ്ട് രണ്ട് സ്മാർട്ട് ഫോണിനകത്തും. അപ്പോൾ ഇത് തന്നെ ഉള്ളായിരുന്നു ക്യാമറാസും കാര്യങ്ങളെ പറ്റി. നെക്സ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5020 mAh ബാറ്ററി ബാക്കപ്പ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സിനകത്ത് കിട്ടുന്നുണ്ട്. റിയൽമി 8 പ്രോ മാക്സിനകത്ത് നിങ്ങൾക്ക് 4500 mAh ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്പെസിഫിക്കേഷൻ വൈസ് നിങ്ങൾക്ക് അറിയിക്കും റെഡ്മി നോട്ട് 10 പ്രോ മാക്സിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ് നല്ലത്. പക്ഷേ വേറൊരു കാര്യം കൂടെ ഓർക്കണം, റിയൽമി 8 പ്രോയ്ക്ക് അത് 60 Hz ഉള്ളൂ, പക്ഷേ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് അത് 120 Hz ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ 120 Hz യൂസ് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് രണ്ട് സ്മാർട്ട് ഫോണകത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. എനിക്കൊന്ന് റിയൽമി 8 പ്രോയ്ക്കകത്ത് ബെറ്റർ ബാറ്ററി ബാക്കപ്പ് കിട്ടായിരിക്കും, കാരണം വെച്ചാൽ 60 Hz ഉള്ളൂ. പിന്നെ ഡിസ്പ്ലേയും കാര്യത്തിൽ നിങ്ങൾക്ക് അറിയിക്കും ഇതിനകത്ത് HDR10 ഉണ്ട്, കുറച്ചുകൂടെ കളേഴ്സ് ഉണ്ട്. അതിപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ബാറ്ററി ഡ്രെയിൻ ചെയ്യും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരേ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് രണ്ട് സ്മാർട്ട് ഫോണകത്തും. പിന്നെ രണ്ട് ഫോണിന്റെ ബോക്സ് അതും ചാർജർ കിട്ടുന്നുണ്ട്, അതും നല്ല കാര്യം തന്നെയാണ്. 2021 ഇത് വലിയ സംഭവം തന്നെയാണ് ബോക്സിൽ ചാർജർ കിട്ടുന്നത്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് നിങ്ങൾക്ക് റെഡ്മി നോട്ട് 10 പ്രോ മാക്സിന്റെ ബോക്സിൽ കിട്ടുന്നുണ്ട്, അതും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് നിങ്ങൾക്ക് റിയൽമി 8 പ്രോയ്ക്കകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതും ബോക്സിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയുടെ ബേസിസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റിയൽമിയുടെ വൂക്ക് ചാർജ് ആണ് കൂടുതലും എനിക്ക് തോന്നുന്നു ഔട്ട്പുട്ട് തരുന്നത്. കാരണം വെച്ചാൽ അത് ഫാസ്റ്റ് ചാർജ് ആവും, പിന്നെ ബെറ്റർ ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ഏത് സ്മാർട്ട് ഫോണാണ് വാങ്ങിക്കുന്നത് ബാറ്ററി ബാക്കപ്പിന് വേണ്ടി, നിങ്ങൾക്ക് ബെറ്റർ ബാറ്ററി ബാക്കപ്പ് എനിക്ക് തോന്നുന്നു രണ്ട് സ്മാർട്ട് ഫോണത് ഏകദേശം ബാറ്ററി ബാക്കപ്പ് കിട്ടും, പക്ഷേ ചാർജിങ് സ്പീഡിന്റെ വ്യത്യാസമുള്ളൂ. എനിക്ക് തോന്നുന്നു റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ നല്ലത് തന്നെയാണ്, അത് ഫാസ്റ്റ് ആയിട്ട് തന്നെ ചാർജ് ചെയ്യും. പക്ഷേ 50 വാട്ടിന്റെ എനിക്ക് തോന്നുന്നില്ല ആവശ്യമുണ്ടോന്ന്. അപ്പോൾ ഇത് ഡിപ്പെൻസ് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന്. അപ്പോൾ ഇത് തന്നെ ഉള്ളായിരുന്നു ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളെ പറ്റി. രണ്ട് സ്മാർട്ട് ഫോണും വയർലെസ് ചാർജിങ്ങോ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങോ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനെ പോലെ ഒന്നും സപ്പോർട്ട് ചെയ്യാറില്ല. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ചോണം. രണ്ട് ഫോണും Type-C ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളതാണ് ഈ വീഡിയോ കഥ. ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് വേഴ്സസ് റിയൽമി 8 പ്രോ. ഞാൻ ഇനി ഏത് ഫോണാണ് വാങ്ങിക്കേണ്ടതെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ഡിസ്പ്ലേ വേണം, ബെറ്റർ പെർഫോമൻസ് വേണം, ഇപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ഓവറോൾ കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റിയൽമി 8 പ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ കിട്ടും. നിങ്ങൾക്കിപ്പോൾ ലോങ് ടൈമിന് ഫോൺ യൂസ് ചെയ്യാണ്, കുറേ നേരത്തേക്ക് നിങ്ങൾ കൺസിസ്റ്റൻ്റ്ലി ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ റിയൽമി 8 പ്രോ ആണ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ആണ്. ഫീച്ചേഴ്സ് ഓവറോൾ സ്പെസിഫിക്കേഷൻ
സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ആ ഫോണിനകത്താണ് നിങ്ങൾക്ക് ബെറ്റർ കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് റെഡ്മി നോട്ട് 10 Pro Max ആയിരിക്കും പോകുന്നത് ഭേദം. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനകത്ത് പറയാൻ പറ്റും, ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇത് തന്നെയുള്ള വീഡിയോക്കകത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.